മാറ്റിവെക്കുന്ന ശീലം മാറ്റിയെടുക്കാൻ നമ്മൾ എന്താണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പല പല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാവും അല്ലെ? കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക, അത് ഫോളോ ചെയ്യാന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ വലുതാണ്, ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിൽ അതിന് വേണ്ട കാര്യം ചെയ്യുക. ബോറടിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ചെയ്യുക. അങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അനലൈസ് ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷനിലേക്ക് എത്തുക എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് നൗ, ടേക്ക് ആക്ഷൻ നൗ എന്നുള്ള ആ ഒരു കാര്യം ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തു തുടങ്ങുക. വേറെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ വേഗം ചെയ്തു തുടങ്ങുക. അങ്ങനെ ഒരു സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനിയുള്ള വീഡിയോസിൽ ഇതിൽ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഞാൻ ഈ കാര്യം ചെയ്യണം എന്നതും ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതും വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. ഒന്ന്, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ പെയിൻഫുൾ എക്സ്പീരിയൻസസിൽ നിന്ന് മാറി ഹാപ്പി മൊമെന്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളേക്കാൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളേക്കാൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇപ്പോഴത്തെ സന്തോഷങ്ങൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കുമാണ്. ഇപ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നതും ഇപ്പോൾ നമുക്ക് എങ്ങനെ കൂടുതൽ കംഫർട്ടബിൾ ആയി ഹാപ്പി ആയി ഇരിക്കാം എന്നതുമാണ് നമ്മുടെ ഫോക്കസ്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അത്ര അധികം കൺസിഡർ ചെയ്യുന്നില്ല. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് പിന്നിലും ഒരു കാരണമുണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അങ്ങനെ വലിയ കാരണം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നത്, എനിക്കത് ചെയ്യണം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിന് പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്, എന്താണ് അതിന് പിന്നിലെ കാരണം? നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് അതിന് പിന്നിലുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. ഇനി പഠിക്കുന്ന കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില സബ്ജക്ട്സ് അവര് വളരെ കൃത്യമായിട്ട് പഠിക്കും, ചില സബ്ജക്ട്സ് പഠിക്കാൻ കുറച്ച് മടിയുണ്ടാവും. ഇങ്ങനെ പഠിക്കുന്ന സബ്ജക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പേടിയുള്ള ടീച്ചർ, ഏറ്റവും അധികം പണിഷ് ചെയ്യുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ആ കുട്ടി പഠിക്കാനുള്ള കാരണം അതാണ്. ഒന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറുടെ മുമ്പിൽ നല്ല കുട്ടി എന്നുള്ള പേരെടുക്കണം, അല്ലെങ്കിൽ പേടിയുള്ള ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണിഷ്മെന്റ് ഒഴിവാക്കണം. സോ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതും ഒന്നുകിൽ അത് നമുക്കുണ്ടാവുന്ന പെയിൻ ഒഴിവാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നമുക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടി. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഏതൊരു കാര്യവും ചെയ്യുന്നത്. ഒന്നുകിൽ പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും. സോ നമ്മുടെ വൈ എത്രമാത്രം സ്ട്രോങ് ആണോ, വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള ആ കാരണം എത്ര അധികം സ്ട്രോങ് ആണോ അത്ര അധികം നമ്മൾ ആ കാര്യം ഒരു മുടക്കവും കൂടാതെ ചെയ്യും. അതുപോലെ നമ്മൾ ഈ കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ട് എത്ര അധികമാണോ അത്രയും നമ്മൾ ആ കാര്യം ചെയ്യും ഓർ ചെയ്യാതിരിക്കും. സോ ഈ വൈ കണ്ടുപിടിക്കുക, അതുപോലെ അതിന്റെ കോൺസിക്വൻസസ് കണ്ടുപിടിക്കുക. കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതം, ഭയങ്കര കടിച്ചാൽ പൊട്ടാത്തൊരു വാക്കാണ്. പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ നമ്മൾ അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ രണ്ടുമാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ നമ്മുടെ വൈ എത്ര സ്ട്രോങ് ആണോ അത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു മുടക്കവും കൂടാതെ ചെയ്യും. അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് എത്ര ഭീകരമാണോ അത്രയും നമ്മൾ കാര്യം ഒരു കാരണവശാലും ചെയ്യാതിരിക്കില്ല. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മുടെ വൈ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും അതുപോലെ നമുക്കുണ്ടാകാൻ പോകുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും വേണ്ടി 2 ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 2 എക്സസൈസുകളും ചെയ്യാനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു ബുക്കോ അല്ലെങ്കിൽ 2 ഷീറ്റ് പേപ്പറോ ഒരു പേനയോ മാത്രമാണ്. ആദ്യത്തെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു പേപ്പറിനെ 3 കള്ളികളായിട്ട് തിരിക്കുക. അതായത് 2 വരകൾ വരച്ചു കഴിഞ്ഞാൽ 3 കള്ളികളാവും. ഇങ്ങനെ 3 കള്ളികളായിട്ട് തിരിച്ചതിന് ശേഷം ആദ്യത്തെ കള്ളിയിൽ ആക്ഷൻ, ഇതിന് ഞാൻ ഹെഡിങ് ഒക്കെ കൊടുത്തത് പ്രത്യാഘാതങ്ങൾ എന്നാണ്, ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. ഓക്കെ, ആദ്യത്തെ കോളത്തിൽ ആക്ഷൻ എന്ന് എഴുതാം, രണ്ടാമത്തെ കോളത്തിൽ പെയിൻ ബ്രാക്കറ്റിലെ നെഗറ്റീവ് കോൺസിക്വൻസസ് എന്ന് എഴുതാം,
മൂന്നാമത്തെ കോളത്തിൽ പ്ലഷർ, പോസിറ്റീവ് കോൺസിക്വൻസസ് എന്ന് എഴുതാം. സോ നിങ്ങൾ കുറെ കാലമായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2-3 കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക. ഒരു പേജിൽ മാക്സിമം 2 എഴുതുന്നതാണ് നല്ലത്. കാരണം നമുക്ക് കുറെ അധികം നെഗറ്റീവും പോസിറ്റീവും എഴുതാനുണ്ടാവും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനിപ്പോൾ എത്ര അധികം കോൺസിക്വൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കോൺസിക്വൻസസ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. സോ അതുകൊണ്ട് മാക്സിമം 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതൽ ഒരു പേജിൽ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ആക്ഷൻ, നിങ്ങൾ എന്താണ് കുറെ കാലമായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് ചിലപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്ക് ആയിരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്നും മെഡിറ്റേഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്നോ ഒക്കെയുള്ള കാര്യമായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം. ഒരു ലോങ് ടേം ഗോളിലേക്ക് നിങ്ങളെ എത്താൻ സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ, ഇപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുറെ കാലമായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫസ്റ്റ് കോളത്തിൽ, അതായത് ആക്ഷൻ എന്ന് എഴുതിയിട്ടുള്ള കോളത്തിൽ എഴുതുക. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഫ്യൂച്ചറിൽ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകളുമാണ് ഈ പെയിൻ എന്ന കോളത്തിൽ, അതായത് നെഗറ്റീവ് കോൺസിക്വൻസസ് എന്നുള്ള കോളത്തിൽ എഴുതേണ്ടത്. അതുപോലെ പ്ലഷർ അല്ലെങ്കിൽ പോസിറ്റീവ് കോൺസിക്വൻസസ് എന്നുള്ളതിൽ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ, അതാണ് പ്ലഷർ എന്നുള്ള കോളത്തിൽ എഴുതേണ്ടത്. ഇനി ഇത് എഴുതാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം. ഒന്ന്, നിങ്ങൾ ഈ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു പക്ഷേ അത് നിങ്ങളെ മാത്രമായിരിക്കും ബാധിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയോ കുടുംബത്തെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ അങ്ങനെ വേണ്ടപ്പെട്ടവരെയൊക്കെ ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നിങ്ങളെ മാത്രമാണോ ബാധിക്കുന്നത്? നിങ്ങളെ മാത്രമാണെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങളെ, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? നിങ്ങളുടെ മൊത്തത്തിലുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അതിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഈ പെയിൻ ആൻഡ് പ്ലഷർ എന്നുള്ള കോളങ്ങൾ ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം നിങ്ങൾക്ക് സ്വയം ആലോചിക്കാവുന്നത്, നിങ്ങളെ ഇപ്പൊ മാത്രമാണോ അത് ബാധിക്കുന്നത്? അല്ല, ഫ്യൂച്ചറിൽ കൂടെ നിങ്ങളെ അത് ബാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതോ ആഡിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വില കൊടുക്കേണ്ടി വരും? നിങ്ങളെ സ്നേഹിക്കുന്നവരെ അതെങ്ങനെ ബാധിക്കുന്നുണ്ട്? ഇപ്പൊ എങ്ങനെ ബാധിക്കും? ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ ബാധിക്കും? അത് 1-2 മാസത്തെ കാര്യമല്ല, ഒരു 5 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. ഇത് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും പ്ലഷർ ഗിവിംഗ് കാര്യങ്ങളും എഴുതണം. അതായത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എഴുതണം. നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും, അങ്ങനെ എല്ലാ കാര്യവും നിങ്ങളിപ്പോൾ ഈ പേപ്പർ ആരെയും കാണിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ എഴുതുമെന്നൊന്ന് ആലോചിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇങ്ങനെ എഴുതാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ കുറെ അധികം പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളതാണ് നിങ്ങളുടെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഗോൾ എന്നുണ്ടെങ്കിൽ, അത് അച്ചീവ് ചെയ്താൽ, ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് പണം കിട്ടി തുടങ്ങിയാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ അത് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഈ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് ഇഫക്ട്സും ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വെയിറ്റ് ലോസ് ജേർണി, അത് നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് 2-3 കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. ഈ എഴുതി വെച്ചിട്ട് നിങ്ങളത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത്, ദിവസവും നിങ്ങൾ ഒരു 2 തവണയെങ്കിലും അത് കാണണം. അങ്ങനെ ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. ഇനി ആരെങ്കിലും അത് കണ്ടാലോ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി ഒരു ബുക്ക് മാർക്ക് വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന രീതിയിലൊക്കെ വെക്കാം. അതൊന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പെയിൻ എന്താണ് എന്നുള്ള ആ ലെവൽ ഒന്ന് ഇൻക്രീസ് ചെയ്യും. സോ യു വിൽ ഫീൽ ലൈക്ക് മൂവിങ് അവേ ഫ്രം ഇറ്റ്. അതായത് നിങ്ങൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെയിൻ ഉണ്ടാവാൻ പോണില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ കാര്യം മാറ്റിവെക്കുന്നത് നിർത്താനുള്ള, അതായത് ആ കാര്യം ചെയ്തു തുടങ്ങാനുള്ള ഒരു എനർജി കിട്ടും, മോട്ടിവേഷൻ കിട്ടും. രണ്ടാമത്, അത് കറക്റ്റ് സമയത്ത് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്ലഷറിനെ കുറിച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ്പീരിയൻസസിനെ കുറിച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് കോൺസിക്വൻസസ്, പോസിറ്റീവ് ഇഫക്ട്സ്, ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് കൂടുതൽ ബോധം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഇത് 2 രീതിയിലാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഒന്ന്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ പെയിൻ. നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള പെയിൻ ഇൻക്രീസ് ചെയ്യും. ആ പെയിൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളത് ചെയ്തു തുടങ്ങും. അതുപോലെ ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദ പ്ലഷർ. അത് നമ്മൾ ചെയ്താലുള്ള പ്ലഷറും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നു. അങ്ങനെ നമ്മളത് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇതാണ്
ഫസ്റ്റ് എക്സസൈസ്. പെയിൻ പ്ലഷർ എക്സസൈസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇനി രണ്ടാമത്തെ എക്സസൈസ് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പേജിനെ 4 കള്ളികളാക്കിയിട്ട്, അതായത് ഒരു ലൈൻ ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 കള്ളികൾ കിട്ടും. ഈ 4 കള്ളികളിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ കള്ളിയിൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയൊന്ന് എഴുതി വെക്കുക. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഡു ദിസ്. ഇപ്പൊ നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ, എനിക്ക് എന്നല്ല, മൊത്തത്തിൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഡു ദിസ്. ഇനി മുകളിലെ റൈറ്റ് സൈഡിലെ കോളത്തിൽ എഴുതേണ്ടത് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഡോണ്ട് ഡു ദിസ്. ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ ഈ ബിസിനസിന്റെ കാര്യം തന്നെ ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? റൈറ്റ് സൈഡിൽ എഴുതേണ്ടത് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി താഴത്തെ ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത് വാട്ട് വോണ്ട് ഹാപ്പൻ, വാട്ട് വിൽ നോട്ട് ഹാപ്പൻ ഇഫ് ഐ ഡു ദിസ്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയാൽ എന്തെല്ലാം സംഭവിക്കില്ല. ഇത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും. വാട്ട് വിൽ നോട്ട് ഹാപ്പൻ ഓർ വാട്ട് വോണ്ട് ഹാപ്പൻ ഇഫ് ഐ ഡു ദിസ്. ഞാനിത് ചെയ്താൽ എന്തെല്ലാം സംഭവിക്കില്ല. പിന്നെ വാട്ട് വിൽ നോട്ട് ഹാപ്പൻ ഇഫ് ഐ ഡോണ്ട് ഡു ദിസ്. ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കില്ല. ഇത് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് എക്സസൈസ് ആണ്. മറ്റേതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റേത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും എഴുതുമായിരുന്നു. അത് എല്ലാ ഏരിയയിലും എല്ലാ ആളുകളെയും കണക്ട് ചെയ്തും ഒക്കെ എഴുതണം. അതായത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുമായിട്ട് വേണ്ടപ്പെട്ടവരെയും അങ്ങനെയുള്ള കാര്യങ്ങളും എഴുതണം. ഹെൽത്ത്, ഫിനാൻസ്, കരിയർ, നിങ്ങളുടെ ടോട്ടൽ ഓവറോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. ഇതിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. പക്ഷേ ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ട്രിക്കിയാണ്, അല്ലെങ്കിൽ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്. ഒന്നുകൂടെ ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഡു ദിസ്, ഞാൻ ഈ കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും? റൈറ്റ് സൈഡിൽ മുകളിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ഡോണ്ട് ഡു ദിസ്, ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? താഴെ ലെഫ്റ്റ് സൈഡിൽ വാട്ട് വോണ്ട് ഹാപ്പൻ ഇഫ് ഐ ഡു ദിസ്, ഞാനിത് ചെയ്താൽ എന്ത് സംഭവിക്കില്ല. റൈറ്റ് സൈഡിൽ താഴെ വാട്ട് വോണ്ട് ഹാപ്പൻ ഇഫ് ഐ ഡോണ്ട് ഡു ദിസ്, ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴും നമുക്ക് ഏകദേശം ഈ പെയിനും പ്ലഷറും തന്നെയാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. സോ അത് നമുക്ക് വലിയൊരു തിരിച്ചറിവായിരിക്കും. നമ്മൾ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നും കോൺസിക്വൻസസ് ഒരിക്കലും ആലോചിക്കാറില്ല. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യണം, അതിപ്പോൾ ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്, നമ്മുടെ മൂഡ് അനുസരിച്ച് ചെയ്യും. മൂഡ് തോന്നണില്ലെങ്കിൽ ചെയ്യില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കുറെ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ വൈ എത്ര അധികം സ്ട്രോങ് ആവുന്നോ നിങ്ങൾ ആ കാര്യം എന്തായാലും ചെയ്തിരിക്കും. അതുപോലെ ഈ കോൺസിക്വൻസസ് എത്ര ഭീകരമാണോ അത്രയും നമ്മൾ ആ കാര്യം ചെയ്തിരിക്കും. സോ ഇതിനെക്കുറിച്ച് ഫ്രൈഡ്രിച്ച് നീഷെ എന്ന് പറഞ്ഞ ആള് പറഞ്ഞ ഒരു കോട്ടും കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹി ഹൂ ഹാസ് എ സ്ട്രോങ് ഇനഫ് വൈ ക്യാൻ ബെയർ ഓൾമോസ്റ്റ് എനി ഹൗ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണല്ലേ. അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഹി ഹൂ ഹാസ് എ സ്ട്രോങ് ഇനഫ് വൈ, ആർക്കാണോ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈ ഉള്ളത്, ക്യാൻ ബെയർ ഓൾമോസ്റ്റ് എനി ഹൗ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാനത് ചെയ്യുമെന്നുള്ളത്. ഏത് ഹൗവും ആ ആൾക്ക് ബെയർ ചെയ്യാൻ പറ്റും, സഹിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കോട്ട്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ജർമ്മൻ ഫിലോസഫറാണ്. സോ ഇതാണ് ഇന്നത്തെ 2 സിമ്പിളായിട്ടുള്ള എക്സസൈസ്. ഇനി തുടർന്നുള്ള കുറച്ച് വീഡിയോസും ഈ പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ആദ്യത്തെ ആ വീഡിയോയ്ക്ക് കിട്ടിയ റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലായി കുറേ അധികം പേര് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ മാറ്റിവെക്കുന്ന ശീലം. സോ നമുക്ക് ഒരുമിച്ച് അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇനിയുള്ള വീഡിയോസിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതും അങ്ങനെയുള്ള വീഡിയോസാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വൈ എന്താണെന്നും ഇനി നിങ്ങളിത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ടാവാൻ പോകുന്ന കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം.